ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു 4-5 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരത്തിയെടുക്കാനുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ വേവിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു റോളിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് പച്ചമുളക്, മല്ലിയില, സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സവാള അരിഞ്ഞു വെച്ച സവാള ഇട്ടിട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഇത് രണ്ടും പാടെ ഇതിൽ കഴിഞ്ഞിട്ടൊന്ന് മൂത്ത് വരിയൊന്നും വേണ്ട, ഒന്ന് കളറ് മാറിയാൽ മതി. കണ്ടോ, ഇത് കളറ് മാറട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ വേവിപ്പിക്കുമ്പോൾ ഉപ്പിട്ടതാണ്. ഇത് കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക്, മല്ലിയില, കുറച്ച് കറിവേപ്പില കൊടുക്കാം. അതൊന്ന് വാടി വരണം. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാല പൗഡറും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്തതായത് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഗരം മസാല, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി. ഇനി ഗരം മസാല വേണ്ട എന്നുള്ള ആൾക്കാരാണ് ഇടണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ വെറും വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് വേവിപ്പിച്ചെടുത്തതാണ്. എന്താ, ഇതൊന്ന് നന്നായി ഇറക്കി ചേർത്തെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് റോഡ് ചെയ്താൽ മതി. കുറച്ചിട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതും കൂടെ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് സമയം നമുക്കൊന്ന് മൂടി കൊടുക്കാം. ഇതെല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് ബ്രെഡ് റോൾ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ 4 വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അരികെ ഇത് കളയരുത് കേട്ടോ, നമുക്ക് പൊടിച്ചെടുക്കണം. കാരണം ഇത് മൈദയിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കാനുണ്ട്. കണ്ടോ, ഇനി ഇത് ഒന്ന് പരത്തിയെടുക്കുക. എല്ലാ ബ്രെഡും ഇതുപോലെ നമുക്ക് പരത്താൻ പറ്റില്ല. അപ്പോൾ എന്താക്കണം വെച്ചാൽ സ്റ്റീമറില്ലേ, അതിൽ വെച്ചിട്ട് ഒന്ന് ആവി വലിച്ചെടുത്താൽ മതി. ചില ബ്രെഡ് തീരെ പരന്ന് വരില്ല, പൊട്ടിപ്പോവും. ഉണ്ടോ, ഇത് നമുക്ക് കൂട്ട് വെച്ച് കൊടുക്കാം. കൂട്ട് വെച്ച് കൊടുക്കും മുമ്പ് നമുക്ക് ഇത്തിരി മൈദ 4 വശം ആക്കി കൊടുക്കാം. കൂട്ട് വെച്ചിട്ട് ആക്കി കൊടുത്താലും മതി കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുറച്ച് കൂട്ട് വെച്ച് കൊടുത്താൽ മതി. ചെറിയ ബ്രെഡല്ലേ, ഉണ്ടോ. ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഞാനെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. 4 വശം ഇത് കട്ട് ചെയ്ത് കളയുന്നുണ്ടോ, നമുക്ക് ആവശ്യമുണ്ട്.
എന്താ എല്ലാ ബ്രെഡും ഇങ്ങനെ കിട്ടൂല കേട്ടോ. അപ്പോൾ എന്താക്കണമെന്ന് വെച്ചാൽ ഒരു സ്റ്റീമർ എടുക്കുക, എന്നിട്ട് ഒന്ന് ആവി ഒഴിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നന്നായി കിട്ടും. എന്നിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുക. കാരണം ചിലത് പരത്തുമ്പോൾ പൊട്ടിപ്പോവും. കണ്ടോ? ഇനി കുറച്ച് മൈദ 4 വശം ആക്കി കൊടുക്കാം നമുക്ക്. ഉണ്ടോ? ഇതിലേക്ക് കൂട്ട് വെച്ച് വെക്കാം. നമുക്ക് മുളകൊക്കെ ഉണ്ടെങ്കിൽ ഇടട്ടോ. ഞാൻ മുളക് ഇട്ടിട്ടില്ല. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. കണ്ടോ? ഇതുപോലെ 2-3 കൂടി ഉണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ? നമുക്കിത് പൊരിച്ചെടുക്കാം. ഉണ്ടാക്കിക്കൊണ്ടാകുന്നതൊക്കെ നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. മൈദ കലക്കിയതുണ്ടല്ലോ, അതിലിട്ട് കൊടുക്കാം. കണ്ടോ? എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക. കണ്ടോ? ഇതേപോലെ നന്നായി മുക്കിയെടുത്താൽ മതിയേ. ഉണ്ടോ? ഇതുപോലെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം. അതുപോലെ ഞാനെല്ലാം മുക്കിയിട്ടിട്ട് കൊടുക്കാം. ഉണ്ടോ? മരിഞ്ഞിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്താൽ മതി. കണ്ടോ? അപ്പോഴത്തേന് വെന്ത് കിട്ടും. നന്നായി വേവട്ടെ. തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മളെ പൊരിച്ചെടുത്തെല്ലാം അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ. കണ്ടോ? ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇനി ഞാൻ കുറച്ച് സ്നാക്സും കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഉണ്ടോ? ഇപ്പോൾ കണ്ടോ? ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന, നോമ്പുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാക്കി നോക്കുക. കണ്ടോ? ഇത് നമുക്ക് മെയിനല്ലേ, കോഴിമുട്ട പൊരിച്ചത്, പിന്നെ ഇത് ബ്രെഡ് റോള്, പിന്നെ ബോണ്ട, ഉന്നക്കായി, ഇത് കുറച്ച് ഉണ്ടോ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. കസ്റ്റേർഡ് ഇട്ടിട്ട് ഉണ്ടോ? ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ നമുക്ക് ബാക്കി വന്നാലില്ലേ, ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. ഇതുപോലെ ഒന്ന് ഇപ്പോൾ അതിന് മേലെയും വെക്കണം വെച്ചെങ്കിൽ ഇതുപോലത്തെ ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് നന്നായി കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. കണ്ടോ? നമുക്ക് പൊരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് എടുത്തിട്ട് ഒന്ന് പുറത്ത് വെച്ചിട്ട് ഐസ് പോയതിന് ശേഷം നമ്മൾ പൊരിച്ചെടുത്താൽ മതി. കണ്ടോ? ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.